ജോസ് കുമാർ, താങ്കൾ ഇന്ത്യയുടെ സ്കോറിനെ കുറിച്ചാണ് എനിക്ക് ഇനി ചോദിക്കാനുള്ളത്. അതായത് എത്ര റൺസ് നേടും എന്നുള്ളത് ഒരു കൗതുകമാണ്. 180 തന്നെയാണ് ആവറേജ് സ്കോർ. പക്ഷേ അതിലൊന്നും ഒരു പ്രസക്തിയില്ല എന്ന് ഇനി പറയേണ്ടിയിരിക്കുന്നു. 300 അടിക്കുമോ? സിമ്പിളായി അതാണ് ചോദ്യം. തീർച്ചയായിട്ടും 300-ന് സ്കോപ്പ് ഉണ്ട്, യാതൊരു സംശയമില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു ഫീലിംഗ് ഒരു 250-270 അവസാനിക്കുന്നതാണ്. അതിന് വലിയൊരു സ്കോർ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ബാക്കിയുടെ സ്റ്റേജിൽ 270 റൺ എടുക്കുക എന്ന് പറഞ്ഞാൽ USA സമയത്തോളം ആ പ്രദേശത്തേക്ക് അവർ എത്താൻ യാതൊരു സാധ്യതയില്ല. കാരണം ഇത്രയും നല്ല ബോളിംഗ് സൈഡാണ് നമ്മുടെ ഇന്ത്യയുടെ. കാരണം ഇത്രയും വെൽ സെറ്റ് ടീമാണ്. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്. കഴിഞ്ഞ T20 വേൾഡ് കപ്പിന്റെ സമയത്തും ഞാൻ പറഞ്ഞത് തന്നെയാണ്, വെൽ സെറ്റ് ആണ് ടീം. ഓരോ പ്ലെയർ ഓരോ പൊസിഷനിൽ അങ്ങനെ ഇറങ്ങുന്ന ഒരു ടീമാകുമ്പോൾ ഓപ്പോസിഷന് എന്ത് വന്നാലും അത് ബുദ്ധിമുട്ടായിരിക്കും. രണ്ട് ഔട്ട്സ്റ്റാൻഡിങ് സ്പിന്നേഴ്സ്, വളരെ നല്ല 2 ഓപ്പണിംഗ് ബോളേഴ്സ്, 2 നല്ല ഓൾറൗണ്ടേഴ്സ്, ബാറ്റ്സ്മെൻ ഓൾറൗണ്ടേഴ്സ്. അതാണ് ബാറ്റിംഗ് ഓൾറൗണ്ടേഴ്സ്. ഈ T20 നമുക്ക് വേണ്ടത് ബാറ്റിംഗ് ഓൾറൗണ്ടേഴ്സ് ആണ്. അങ്ങനെ 2 അസാധ്യ ബാറ്റിംഗ് ഓൾറൗണ്ടേഴ്സ്, ഹർദിക് പാണ്ഡ്യയും ശിവം ദുബെയും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്തൊന്നാലും ഒരു 300 എത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ എന്റെ ഒരു എസ്റ്റിമേറ്റില് 270 ആയിരിക്കും ഇന്ത്യയുടെ സ്കോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.